പ്രൈസ് ഗോഡ്. കർത്താവിന്റെ എല്ലാ മക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സമയം വന്ദനം അറിയിക്കുന്നു. ഈ രാവിലെ സമയത്ത് ലൈവിൽ ഈ മീറ്റിംഗുമായി കണക്റ്റ് ആയിരിക്കുന്ന എല്ലാവരുടെ മേലും അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർമാനമായി ശുശ്രൂഷകളിൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ആത്മീക ഭൗതിക മേഖലയ്ക്കകത്ത് വലിയ വ്യത്യാസം ഉണ്ടാകാൻ ഇടയായി തീരുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളുള്ള നേരിട്ടുള്ള ദൈവത്തിന്റെ ശബ്ദം പരിശുദ്ധയാത്മാവ് പകരുകയാണ്. സങ്കീർത്തന ഭാഗം 18-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളിൽ നിന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന അസാധാരണമായ ഒന്നാണ്. എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ അന്ധകാരത്തെ പ്രകാശമാക്കും. ആമേൻ. ഈ രാവിലെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് ഇങ്ങനെയാണ്. ഓഫായി കിടന്ന ചിലതിനെ ഓണായി മാറത്തക്ക നിലവാരത്തിൽ ഒരു ദൈവ പ്രവൃത്തി ഈ രാവിലെ സംഭവിക്കാൻ പോകുകയാണ്. അപ്പൊ ദൈവമായ കർത്താവ് എന്റെ ദീപത്തെ കത്തിച്ചു. അപ്പൊ നമ്മളെ കത്തിച്ചത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദീപത്തെ ഊതി കത്തിക്കാനും കഴിയും, ഊതി കിടത്താനും കഴിയും. നിന്റെ നേരെ ഊതിയത് കെടുത്താനായിരുന്നു പിശാച്. എന്നാൽ ദൈവം അതിനെ കത്തുന്നതാക്കി മാറ്റുകയാണ്. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ പ്രശ്നം അനുഭവിച്ച പലരും കെട്ടുപോയി. എന്നാൽ 2019 എന്നൊരു വർഷം നിന്നെ കിടത്താൻ ഊതിയതായിരുന്നു. എന്നാൽ ദൈവം അത് ആളി കത്തിച്ചത് കൊണ്ട് മാത്രമാണ് 2021-ലും 24-ലും ഇപ്പോൾ 25-ലും നീ തകർന്നു പോകാതെ നിലനിൽക്കുന്നത്. വിശ്വസിക്കുന്നവൻ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കിടത്തിക്കളയാൻ ഊതിയതാ, പക്ഷെ എന്റെ ദൈവം നിയോഗം കിടക്കുന്ന നിന്നെ ആത്മാവിൽ കത്തിക്കുകയാ. ഈ രാവിലെ ചിലർ ആളി കത്താൻ പോയതിനകത്ത് എന്നെ അണയ്ക്കാൻ പിശാചിന് കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിശാചി ചെയ്തത് എന്താ? നീ കത്തുന്നത് ആരും അറിയാതെ വണ്ണം പിശാച് നിന്നെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാ. ആമേൻ പറഞ്ഞേ. നിന്നെ അണയ്ക്കാൻ കഴിയത്തില്ല, കാരണം കത്തിച്ചത് ദൈവമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിന്നെ അണയ്ക്കാൻ ഒക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ പിശാച് നീ കത്തുന്ന വിവരം ആരെയും അറിയിക്കാതെ ചില നിലവറയ്ക്കകത്ത് നിന്നെ ഒതുക്കി വയ്ക്കും. ചില പറയുടെ കീഴെ നിന്നെ മറച്ചു പിടിക്കും. പുതിയ നിയമത്തിൽ യേശു വന്നിട്ട് പറഞ്ഞു, ഞാൻ കത്തിച്ചതെങ്കിൽ വെക്കേണ്ടത് നിലവറകൾക്കകത്തല്ല, തണ്ടിന്മേലാണ് വെക്കേണ്ടത്. ഒരാമേൻ പറഞ്ഞു. ഈ രാവിലെ നിന്റെ പ്രകാശത്തെ മറയ്ക്കുന്ന സകല നിലവറകളെ പൊളിച്ച് നിന്റെ വെളിച്ചത്തെ ഒതുക്കുന്ന സകല മണ്ഡലങ്ങളെ പൊളിച്ച് ഈ പകലിൽ ദൈവം നിന്നെ പുറത്തെടുക്കുകയാണ്. കരമടിച്ച് അന്യഭാഷകളിൽ നിന്ന് സ്തുതിച്ച് ചിലര് പുറത്തു വരാൻ പോകയാ. യേശുവിന്റെ നാമത്തിൽ ചിലര് പുറത്തു വരാൻ പോകയാ. വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അണയ്ക്കാൻ വേണ്ടി, മറയ്ക്കാൻ വേണ്ടി പിശാച് ചെയ്ത പദ്ധതികളെ മാറ്റിക്കൊണ്ട് ഇനി മുതൽ നീ ആളി കത്താൻ പോകയാ. നീ തണ്ടിന്മേൽ വരുന്ന ഒരത്ഭുതമായി മാറാൻ പോകയാ. ചൂടാരാബാന ഹംദൽ കമനഘടകം വൈഡപ്രവചനകസ്മനാദിയ. ഈ രാവിലെ നിലവറയ്ക്കകത്ത് ദൂതൻ ഇറങ്ങുക. ലൂക്കോസ് 11:33 മത്തായി 5:15 നിങ്ങൾ വായിച്ചാൽ അസാധാരണമായ യേശു കർത്താവ് പറഞ്ഞ വാക്യങ്ങളുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ദൂതിലേക്ക് ശ്രദ്ധിച്ച്. നിലവറയ്ക്കകത്ത് ദൂതൻ ഇറങ്ങുകയാ. കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങിയതുപോലെ നിലവറകളെ പൊളിക്കാൻ പോകയാ.
ഓ റബനഗച്ചസു, നിന്നെ കത്തിച്ചത് നിലവറയിൽ ഇരിക്കാനല്ല, തണ്ടിന്മേൽ വെക്കാനാണെന്ന് വിശ്വസിക്കുന്നവർ ആ ദേശത്ത് നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. നാളുകളായി കത്തുന്നു, എന്നാൽ മറച്ചു വച്ചിരിക്കുകയായിരുന്നു, ആരും അറിയാതെ. ഇന്ന് രാവിലെ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ ലൈവിൽ ചിലര് പുറത്തു വരാൻ പോകയാ. വലിയ ദൈവപ്രവർത്തി കർത്താവ് നിന്നെ കാണിക്കാൻ പോകയാ. അപ്പോൾ 18-ാം സങ്കീർത്തനത്തിൽ പറയുന്ന വാക്കുണ്ട്, ദാവീദേ, നിന്നെ അഭിഷേകം ചെയ്ത് ദൈവമാ. പിശാചിനറിയാം നിന്റെ അഭിഷേകത്തെ നിന്റെ തലയിൽ നിന്ന് എടുത്തു കളയാൻ കഴിയില്ല. എന്നാൽ പിശാച് പറഞ്ഞു, നീ അഭിഷേകം കൊണ്ട് കാട്ടിൽ കിടന്നോളണം. അഭിഷേകം ഉണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയാ? കാട്ടില. അഭിഷേകം ദാവീദിന്റെ മേൽ നിന്ന് പിശാചിന് എടുത്തു മാറ്റാൻ കഴിയില്ല. പക്ഷെ അഭിഷേകം ഉണ്ടായിട്ടും അവൻ കാട്ടിൽ കൂടെ അലയുക. നിന്നെ അഭിഷേകം ചെയ്തത് കാട്ടിലെ സിംഹത്തോടും കരടിയോടും പോരാടാനല്ല. നിന്നെ അഭിഷേകം ചെയ്തതിന്റെ കരുത്തറിയേണ്ടത് ഫെലിസ്തീയ പാളയങ്ങളാണ്. നിന്നെ അവിടെ എത്തിക്കാതെ അഭിഷേകമുള്ളതിനെ കാടിനകത്തിട്ട് കറക്കി നിന്റെ അഭിഷേകത്തെ ദുർവിനിയോഗം ചെയ്യുന്ന മണ്ഡലങ്ങളെ ഈ പകലിൽ യേശുവിന്റെ നാമത്തിൽ അഴിച്ചിട്ട് ദൈവപ്രവർത്തിയിലേക്ക് നിന്നെ പുറത്തെടുക്കുകയാ. ഞാൻ പറയുമ്പോൾ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തോ. അഭിഷേകമുള്ളതിനെ ആരും അറിയാതെ വനാന്തരങ്ങളിൽ, വീടുകൾക്കകത്ത്, ദേശങ്ങളിൽ ഒതുക്കി വച്ചിരിക്കുകയാ. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കരമടിച്ചേറ്റെടുക്കുന്നെങ്കിൽ ഈ വചനം ഒരു ദൂതായി മാറുകയാ. നീ പുറത്തു വരാൻ പോകയാ. എല്ലാവരും അറിയുന്ന പരത്തിൽ നിന്റെ അഭിഷേകം പുറത്തു വരാൻ പോകയാ. ചൂടരബന ശബനഘടക മനഘടകത്തുന വേദപ്രവചനഗച്ഛസ്മനാദി. ഈ ലൈവിൽ കാണുന്ന ചിലര് അഭിഷേകമുണ്ടെങ്കിലും നിന്നെ ആരും അറിയാതെ വണ്ണം, അംഗീകരിക്കാതെ വണ്ണം ഒതുങ്ങിപ്പോയ ഇടത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ ഈ മണിക്കൂറിൽ നീ പുറത്തു വരികയാ. ആമേൻ എന്ന് പറഞ്ഞ് കരമടിച്ച് സ്വീകരിക്കുകയാണെങ്കിൽ ഈ ദൂത് നിന്റെ മേൽ ഇപ്പോൾ വെളിപ്പെട്ടു വരാൻ പോകയാ. ശബനഘടക മനഗച്ഛസ്മനാദിയം. ആ അഭിഷേകം കുഴപ്പമില്ല, പക്ഷെ റിസൾട്ട് വരരുത്. ഓ, മനസ്സിലാവുന്നുണ്ട്? അഭിഷേകമുണ്ട്, പക്ഷെ ആള് കാട്ടി കിടക്കുക. അഭിഷേകമുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അത് തലയിൽ ഇരുന്നോട്ടെ, പക്ഷെ റിസൾട്ട് വരരുത്. എന്ന് പറഞ്ഞാൽ ഉപ്പ് കാരമില്ലാതെ പോയ എന്താ ഗുണം? ആമേൻ. കത്തുന്നുണ്ട്, പക്ഷെ വെളിച്ചമില്ലെങ്കിലോ ഒരു ഗുണമില്ല. നീ കൈയടിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഇല്ലാതെ പോയാലോ? ഈ പകൽ ഏറ്റെടുത്തു. ആരൊക്കെയോ നോക്കി ദൈവാത്മാ പറയുന്നു, ഈ തലമുറയുടെ കുഴപ്പം, നിന്റെ കുഴപ്പം നീ ആത്മാവിൽ കത്താത്തതല്ല, എരിയാത്തതല്ല. ആമേ, കുഴപ്പം കത്തുന്നതിനെ പുറത്തു കൊണ്ടുവരാതെ നിലവറയിലിട്ട് ഒതുക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ സമയം വെട്ടി പ്രാർത്ഥിക്കുക. കരമടിച്ച് നന്ദി പറഞ്ഞു. ഇപ്പോൾ തന്നെ നീ പുറത്തു വരികയാ. ഓ, ദൈവ സാന്നിധ്യം ഇപ്പോൾ പകരപ്പെടുകയാ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ കത്തിയിട്ടു, അഭിഷേകമുണ്ടായിട്ടു ഒതുങ്ങിപ്പോയ ചിലത് ഈ പകലിൽ യേശുവിൻ നാമത്തിൽ പുറത്തു വരികയാ. ഇതിന്റെ അകത്തിരിക്കുന്ന ചിലരോട് ദൈവം പ്രവചിക്കുകയാണ്. പുറത്തു വരാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ നിലവറകൾക്കകത്ത് ഒതുങ്ങിപ്പോയ ചിലത് ഘടകമന ദൈവിക ജീവൻ വ്യാപരിക്കുന്നു കേട്ടോ. കരമടിച്ചേറ്റെടുത്തോ. നീ പുറത്തു വരാൻ പോകയാ. വലിയ മാന്യത വെളിപ്പെടാൻ പോകയാ. എല്ലാവരും അറിയുന്ന തരത്തിൽ നിന്റെ ശുശ്രൂഷ തുറക്കാൻ പോകയാ. ഉടവരം തല വൈഡവരാതല വേദപ്രവചന. ആമേൻ. അഭിഷേകം ഇല്ലാത്തതല്ല നിന്റെ വിഷയം, ശുശ്രൂഷകൾ ഇല്ലാത്തതല്ല നിന്റെ പ്രശ്നം, പ്രവചനമില്ലാത്തതല്ല, പ്രാർത്ഥിക്കാത്തതല്ല നിന്റെ വിഷയം, കരയാത്തതല്ല നിന്റെ വിഷയം. ഈ രാവിലെ
ഇതൊക്കെ ചെയ്തിട്ടും റിസൾട്ടുകളെ മറയ്ക്കുന്ന, അതിന്റെ റിസൾട്ടുകളെ ഒതുക്കുന്ന ചിലത് ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ മാറുകയാ. കരമടിക്കുന്നു, അന്യഭാഷ പറയുന്നു, വചനം ഏറ്റെടുക്കുന്നു, എന്നാൽ റിസൾട്ട് വരുന്നില്ല. നീ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടാതെ അതിനെ മറച്ചു വച്ചു. 2025 അതിനു മുമ്പേ ആ റിസൾട്ട് വെളിപ്പെടുമാറ് എന്റെ ദൈവം നിന്നെ പുറത്തെടുക്കുകയാ. ആത്മാവിൽ സ്വീകരിച്ചു. നീ നിന്റെ കുടുംബം പുറത്തു വരാൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കേ. ഘടകം കർത്താവിന്റെ ആത്മാവിൽ ലൈവിൽ ഇരിക്കുന്നവരോട് കൃത്യമായി പ്രവചിക്കുന്നു. നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടികളെ തടഞ്ഞ നിലവറകളെ പൊട്ടിക്കാനുള്ളൊരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. ഒരു മിനിറ്റ് കരമടിച്ചങ്ങ് ആരാധിച്ചേ. പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്ന ചില വെല്ലുവിളികളെ പൊട്ടിക്കുന്നൊരു അഭിഷേകം, ചില സാഹചര്യങ്ങളെ തകർക്കുന്നൊരു അഭിഷേകം. ഇപ്പോൾ തന്നെ ഈ വചനം ഇപ്പോൾ തന്നെ നിന്റെ മേൽ ഒരു അഭിഷേകത്തെ തുറക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കേ. പ്രാർത്ഥനക്കിരുന്നിട്ടും അതിന് മറുപടി കിട്ടാതെ നിരാശപ്പെട്ട ചിലര് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജോലി സ്ഥലത്ത് പ്രശ്നം, വീട്ടിൽ വന്ന സ്വസ്ഥതയില്ല, റിസൾട്ട് കിട്ടാതെ പ്രാർത്ഥിച്ചിട്ടും ദൈവസല്യം മുട്ടുമടക്കിയിട്ടും റിസൾട്ടുകളെ തടയുന്ന ചില വെല്ലുവിളികളെ പൊട്ടിച്ചു മാറ്റാനുള്ള ഒരു മൈറ്റി അനോയിന്റിംഗ് റെഡിയായി യേശുവിന്റെ നാമത്തിൽ. ശക്തമേറിയ ഒരു അഭിഷേകം ഈ മണിക്കൂർ നിനക്ക് വേണ്ടതാ. ലൈവിൽ കരമടിച്ചങ്ങ് സ്തുതിച്ചോ, വീടുകളിൽ നൃത്തം ചെയ്തങ്ങ് ആരാധിച്ചോ. ഈ മണിക്കൂറിൽ ശക്തമേറിയ ഒരു അഭിഷേകത്തിന്റെ പകർച്ച. അറിയപ്പെടേണ്ട നിന്നെ ഒതുക്കിക്കളഞ്ഞ ചില നിലവറകളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചിട്ട് നീ പുറത്തു വരികയാ. അഭിഷേകത്തെ ഇപ്പോൾ പകരപ്പെടുക. പ്രാപിച്ചോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ലൈവിലും അതിനുശേഷമൊക്കെ കാണുന്ന പ്രിയപ്പെട്ടവർ ആത്മാവിൽ സ്വീകരിച്ചോളം ഒരു അസാധാരണമായ അഭിഷേകം, റിസൾട്ടുകളെ കാണിക്കുന്ന ഒരു അഭിഷേകം ഇപ്പോൾ തുറക്കുക. കർത്താവ് വ്യക്തമായി ലൈവിൽ അതിനുശേഷമൊക്കെ കാണുന്നവർ പറഞ്ഞു, നിന്റെ കരച്ചിലിന് മറുപടി കിട്ടാതെ അതിന്റെ റിസൾട്ടുകളെ ഒതുക്കുന്ന നിലവറകളെ പൊളിക്കുന്ന ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുകയാണ്. നിന്റെ വീടിനകത്തുള്ള ചിലർക്ക് വേണ്ടി നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ടും മറുപടി കിട്ടാതെ അതിനെ തടയുന്ന ചില വെല്ലുവിളികളെ ഈ മണിക്കൂറിൽ ശാസിക്കുവാനുള്ള ഒരു അസാധാരണ അധികാരം, അഭിഷേകം യേശുവിന്റെ നാമത്തിൽ പകരപ്പെടുകയാ. ശക്തിയോടെ അതിനെ സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. ദൈവദാസന്മാർ പറഞ്ഞിട്ട് നീ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചിട്ടും റിസൾട്ട് കിട്ടിയില്ല. ഇന്ന് ആ റിസൾട്ടുകൾ വെളിപ്പെട്ടു വരുന്ന ഒരു അഭിഷേകം കൈമാറുന്നു. ദൈവനെ കാണിക്കുന്നൊരു വെളിപ്പാട്. ഇപ്പോൾ നിന്റെ സ്ഥാനം മാറുകയാ. സ്ഥാനം മാറുകയാ എന്ന് പറഞ്ഞാൽ ഇനി നീ നിലവറകൾക്കകത്തല്ല നീ നിന്റെ കുടുംബവും. നാളെ പ്രഭാതത്തിൽ കേരളം അല്ലെങ്കിൽ ലോകം അറിയപ്പെടത്തക്കവണ്ണം നീ തണ്ടിന്മേൽ വരാൻ പോകയാ. സ്വീകരിച്ച് എല്ലായിടത്തും അറിയപ്പെടുന്ന തരത്തിൽ നീ തണ്ടിന്മേൽ വരിക. വിളക്ക് കത്തിച്ചിട്ട് നിലവറയ്ക്കകത്ത് വച്ചുപോയി. അതര ഘടക മനകത്തുര പ്രഭാരിയ. എന്നാൽ ഇന്നത്തെ ഈ മെസ്സേജ് നീ കേട്ടോണ്ടിരിക്കുമ്പോൾ എല്ലാവരും കാണത്തക്കവണ്ണം നിലവറകളിൽ ദൂതന്മാരിറങ്ങുക, നിലവറകളെ പൊളിക്കുകയാ. തണ്ടിന്മേൽ അത് വരാൻ പോകയാ. അറിയപ്പെടുന്ന തരത്തിൽ എന്റെ ദൈവം നിന്റെ കുടുംബത്തെ പുറത്തെടുക്കുക.
ചിലർ അണഞ്ഞിട്ടില്ല, പക്ഷെ പ്രകാശം പുറത്തു വരുന്നില്ല. നിന്റെ പ്രകാശത്തെ മറയ്ക്കുന്ന സകല നിലവറകളും പൊളിയണം. കരമടിച്ച് ആരാധിച്ചോ. മതി, നിലവറയ്ക്കകത്തിരുന്നത് മതി. നിലവറകൾക്കകത്ത് നിന്ന് നീ പുറത്തുവാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞാൻ കത്തുന്നതിന്റെ റിസൾട്ട് വെളിപ്പെട്ടേ മതിയാവൂ? ഞാൻ കൈയടിച്ചതിന്റെ റിസൾട്ട് വെളിപ്പെട്ടേ മതിയാവൂ. ഞാൻ കരഞ്ഞതിന്റെയും കാത്തിരുന്നതിന്റെയും ഉപവസിച്ചതിന്റെയും മറുപടി വെളിപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മണിക്കൂറിൽ ഈ വചനത്തെ ഏറ്റെടുത്ത ഒരു അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുന്നു. നീ നിലവറ പൊളിച്ച് തണ്ടിന്മേൽ വരാൻ പോകുകയാ. ഒത്തിരി മറുപടികൾ വെളിപ്പെടുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ഈ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലൊക്കെ ഇപ്പോൾ മറുപടി വെളിപ്പെടുക. റിസൾട്ട് വരികയാ. റിസൾട്ടുകൾ വരാൻ പോകുകയാ. മറുപടികൾ വെളിപ്പെട്ട് വരാൻ പോകുകയാ.